ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബസ്ക്യോമോസ് ഫെലോഷിപ്പിന്റെ ഗ്ലോബൽ മീറ്റിംഗ് ആയിട്ട് കൂടി വരുന്ന ഈ അവസരത്തിൽ ഇന്ന് കൂടി വന്നിരിക്കുന്ന ബസ്ക്യോമോസ് ഫെലോഷിപ്പിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡോക്ടർ ഉഷ കൊച്ചമ്മ, സെക്രട്ടറി ഫെബി കൊച്ചമ്മ, ട്രഷറർ ഡെയ്സി കൊച്ചമ്മ, എല്ലാ ഡയസിസ് കൺവീനേഴ്സ് കൊച്ചമ്മമാരുമേ, മറ്റെല്ലാ ബഹുമാനപ്പെട്ട സഹോദരി കൊച്ചമ്മമാരുമേ, എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. എന്നെ ദൈവവചന ധ്യാനത്തിനായിട്ട് ഈ ദൗത്യം ഏൽപ്പിച്ച എല്ലാ ഭാരവാഹികളോടും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നോർത്ത് അമേരിക്ക യൂറോപ്പ് ഡയോസിസിന്റെ കൺവീനർ ആയിരിക്കുന്ന സിബി ബിജോയ് കൊച്ചമ്മയോടുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു. കൊച്ചമ്മയാണ് എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞത്. കൊച്ചമ്മയാണ് ദൈവവചന ധ്യാനത്തിന് ആളെ ഏർപ്പെടുത്താനായിട്ട് ഏൽപ്പിച്ചിരുന്നത്. കൊച്ചമ്മ എന്നെ ഏൽപ്പിച്ചു. എനിക്ക് എല്ലാ ഗൈഡൻസും തന്ന ഉഷ കൊച്ചമ്മ, ഫെബി കൊച്ചമ്മ, പ്രോത്സാഹിപ്പിച്ച എല്ലാ കൊച്ചമ്മമാരോടുമുള്ള നന്ദിയെ അറിയിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച പനിയായിരുന്നു, ശബ്ദം തീരെ ഇല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ഇത്രയും ശബ്ദം തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം അർപ്പിക്കുന്നു. മാർത്തോമ സഭയിൽ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുവാൻ വിളിച്ചാക്കിയിരിക്കുന്ന വൈദികരുടെ പങ്കാളികളാകുവാൻ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത ടോപ്പിക്ക് ബസ്ക്യോമോസ് കോ മിനിസ്റ്റേഴ്സ് ഇൻ ഗോഡ്സ് വിനയാഡ്, ദൈവത്തിന്റെ മുന്തിരിത്തോട്ടത്തിലെ സഹശുശ്രൂഷകർ എന്ന വിഷയമാണ്. അതിനായിട്ട് തിരഞ്ഞെടുത്ത വേദഭാഗമാണല്ലോ നാം വായിച്ചു കേട്ടത്. എന്നാൽ അതിലെ 1-2 വാക്യങ്ങൾ മാത്രം ഞാൻ ഇന്ന് വായിക്കട്ടെ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 20-21 വാക്യങ്ങൾ. എക്സോഡസ് ചാപ്റ്റർ 2 വേഴ്സസ് 20 and 21. മോശയ്ക്ക് അവനോടുകൂടെ പാർപ്പാൻ സമ്മതമായി. അവൻ മോശയ്ക്ക് തന്റെ മകൾ സിപ്പോറയെ കൊടുത്തു. അവൾ ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അന്യദേശത്ത് പരദേശിയായിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞ് അവന് ഗർഷോം എന്ന് പേരിട്ടു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ തിരുസന്നിധിയിൽ നിന്റെ വചനവുമായി ഇരിപ്പാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല പദവിക്കായി സ്തോത്രം. ലോകത്തിന്റെ പല ഭാഗത്ത് ഞങ്ങൾ ആയിരിക്കുമ്പോഴും ഞങ്ങൾക്ക് ഒന്നിച്ച് നിന്റെ വചനത്തിന് മുൻപിൽ ഇരിക്കുവാൻ തന്ന ഈ ഭാഗ്യ പദവിക്കായി സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം, എല്ലാ സാധ്യതകൾക്കായി സ്തോത്രം. താഴ്മയോടെ നിന്റെ വചനത്തിന് മുൻപാകെ ഞങ്ങൾ ഇരിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ തമ്പുരാനെ, എന്നോട് സംസാരിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ വചനത്താൽ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കുമാറാകണമേ. ആമേൻ. വേദപുസ്തകമുടനീളം ധാരാളം സ്ത്രീരത്നങ്ങൾ ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലരെ പ്രത്യക്ഷതയിൽ നമുക്ക് കാണാൻ സാധിക്കും, എന്നാൽ ചിലരെ നമുക്ക് കാണാനേ സാധിക്കുന്നില്ല. ഇവിടെ നാം വായിച്ചു കേട്ട വേദഭാഗത്ത് ഇസ്രയേൽ ജനം കഷ്ടതയിലും അടിമത്വത്തിലും ഞെരിഞ്ഞമർന്നപ്പോൾ അവരുടെ നിലവിളികൾക്കും ഞരക്കത്തിനും ഉത്തരമായി ദൈവം മോശയെ ഒരുക്കി. പെസഹ പെരുന്നാൾ ഓരോ വർഷവും ആചരിക്കുമ്പോഴും ഇസ്രയേൽ മക്കൾ മോശയെ മറക്കില്ല. മോശയിലൂടെ ദൈവജനത്തിന് വീണ്ടെടുപ്പ് നൽകിയതുകൊണ്ട് തിരുസഭയും മോശയെ മറക്കില്ല. മോശയെ ദൈവവേലയ്ക്കായിട്ട് ഒരുക്കിക്കൊണ്ടുവന്ന സ്ത്രീകളെ നാം ധ്യാനിക്കാറുണ്ട്. അവരിൽ അമ്മ യോഖേബേത്ത്, സൂതി കർമ്മിണികളായ ശിപ്ര, പൂവ, സഹോദരി മിറിയം, ഫറവോന്റെ മകൾ എന്നിവരെ നാം ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ മോശയുടെ പങ്കാളിയായിരുന്ന സിപ്പോറ പലപ്പോഴും ഒഴിവാക്കപ്പെടുന്നു. വേദപുസ്തകത്തിൽ മിനിസ്ട്രി ഓഫ് ആബ്സെൻസ് ചെയ്ത ധാരാളം സ്ത്രീകളുണ്ട്. പ്രത്യക്ഷതയിൽ വരാതെ നിന്ന് പ്രവർത്തിച്ച ധാരാളം പേരുടെ പ്രവർത്തന ഫലമാണ് ക്രിസ്തീയ സഭ. സഭയുടെ ശുശ്രൂഷകരുടെ പങ്കാളികളായ നമുക്കിന്ന് ഇസ്രയേലിന്റെ വിമോചക നേതാവ് മോശയുടെ പങ്കാളിയായ സിപ്പോറയുടെ ജീവിതം ധ്യാനിക്കാം. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ സിപ്പോറയുടെ മാതൃകയിൽ നിന്ന് എന്തെങ്കിലും നമുക്ക്
ലഭിക്കുമോ എന്ന് കുറച്ച് സമയം നമുക്ക് ചിന്തിക്കാം. സിപ്പോറ, എ വണ്ടർഫുൾ കോ-മിനിസ്റ്റർ ഓഫ് മോസസ്. മോശയുടെ ശുശ്രൂഷയിൽ വിസ്മയാവഹമായ ശുശ്രൂഷകയായിരുന്ന സിപ്പോറ. സിപ്പോറ മിദ്യാനിലെ പുരോഹിതനായ ഇത്രോവിന്റെ മകളായിരുന്നു. 7 പുത്രിമാരിൽ പേരെടുത്ത് പറയപ്പെട്ട പെൺകുട്ടി. ഇവള് മൂത്തവളായിരിക്കാം. ഇവളുടെ പേരിന്റെ അർത്ഥം പക്ഷി എന്നാണ്. സുന്ദരിയായിരുന്ന അവൾ തികച്ചും ഉത്തരവാദിത്വ ബോധമുള്ള കഠിനാധ്വാനിയായിരുന്നുവെന്ന് നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലായി. റെസ്പോൺസിബിൾ ആൻഡ് ഇൻഡസ്ട്രിയസ്. തന്റെ ഭവനത്തിലെ ജോലിയിൽ തന്റെ സഹോദരിമാർക്ക് നല്ല നേതൃത്വം നൽകി, നല്ല തീഷ്ണതയോടെ, ഉത്തരവാദിത്വത്തോടെ, ചുറുചുറുക്കോടെ തന്റെ ജോലി ചെയ്യുന്ന ഉത്തരവാദിത്വമുള്ള ഒരു പെൺകുട്ടിയായിട്ട് ഇവിടെ കാണാം. ഒന്നാമതായിട്ട് അവളിൽ കണ്ട പ്രത്യേകത, എ സപ്പോർട്ടീവ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ പാർട്ട്ണർ ഫോർ മോസസ് ഇൻ ഹിസ് മിനിസ്ട്രി. മോശയുടെ ശുശ്രൂഷയിൽ പിന്തുണയും സ്വാധീനവുമുള്ള പങ്കാളി. മോശയുടെ ശ്രേഷ്ഠമായ നേതൃത്വത്തെ നമുക്ക് പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ മോശയുടെ ശുശ്രൂഷയിൽ സിപ്പോറ നൽകിയ ആ ഒരു സപ്പോർട്ടും സ്വാധീനവും എത്രമാത്രമെന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ മോശയെ സിപ്പോറ കാണുമ്പോൾ അവൾ തന്റെ പിതാവിനോട് ചെന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങളെ ഇന്ന് ഒരു മിസ്രൈമ്യൻ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. സാധാരണയായി അവര് തന്റെ പിതാവിന്റെ ആടുകളൊക്കെ വെള്ളം കോരാനായിട്ട് പോയി താമസിച്ചു വന്നുകൊണ്ടിരുന്ന ഒരു എന്നും അവരുടെ നിത്യമായിട്ടുള്ള എന്നും ഉള്ള സംഭവം അങ്ങനെയാണ്. പക്ഷെ എന്നാൽ അന്ന് അവർ നേരത്തെ വരുന്നതുകൊണ്ട് പിതാവ് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, മിസ്രൈമ്യൻ ഞങ്ങളെ സഹായിച്ചു എന്നാണ് പറയുന്നത്. കാഴ്ചയിൽ മോശ ഒരു മിസ്രൈമ്യനാണ്, എന്നാൽ ജന്മം കൊണ്ട് എബ്രായനാണ്. തന്റെ മാതാവിന്റെ അടുക്കലുള്ള പഠനത്തിൽ നിന്ന് മിസ്രൈമ്യരിൽ നിന്ന് ഇസ്രയേൽ മക്കൾക്ക് ഉണ്ടായ പീഡനങ്ങളും മിസ്രൈമ്യരുടെ കഷ്ടതയും അവരെ ആ കഷ്ടതയിൽ നിന്ന് വിടുവിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ള ബോധ്യതയും മോശയുടെ ഉള്ളിലുണ്ട്. എന്നാൽ മോശയ്ക്ക് ലഭിച്ചിരുന്നത് ഫറവോന്റെ ഭവനത്തിലുള്ള ഫറവോന്റെ മകളുടെ വളർത്തുമകൻ എന്നുള്ള രീതിയിലുള്ള ഫറവോൻ അവിടുന്ന് നൽകിയ വിദ്യാഭ്യാസമാണ് മോശയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പം മോശയുടെ ഉള്ളിൽ തന്നെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. തനിക്ക് ലഭിക്കുന്നത് ശരിക്കും താൻ ആരാണ്, താൻ എബ്രായനാണോ മിസ്രൈമ്യനാണോ ഉള്ള നല്ലൊരു കൺഫ്യൂഷൻ മോശയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ മധ്യത്തിലാണ് മോശ തന്റെ ജനത്തെ കാണുമ്പോൾ, അവരുടെ കഷ്ടത ഓരോ ദിവസവും കാണുമ്പോഴും മോശയ്ക്ക് അവരെ അതിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. പിന്നെ തന്റെ ഭവനത്തിൽ നിന്ന് ലഭിച്ച കഥകൾ അനുസരിച്ച് അത്ഭുതകരമായിട്ട് താൻ ജനിക്കുന്നു. തന്റെ ജീവഹാനി വരുവാനുള്ള സാധ്യതകളെല്ലാം ഉള്ള സ്ഥാനത്ത് ദൈവം വിടുവിച്ച് ഇതുവരെ വളർത്തി, ഇതുവരെ ആക്കിയ സംഭവങ്ങൾ ഓരോന്നും മോശയ്ക്കറിയാം. അപ്പൊ ഇങ്ങനെയുള്ള സകല ചിന്താധാരകളും മോശയുടെ ഉള്ളിൽ കൂടി കടന്നു പോകുമ്പോൾ എപ്പോഴും ഒരു എന്തുകൊണ്ടുള്ള അവന്റെ തോട്ട് പ്രോസസ്സിൽ വല്ലാത്ത കൺഫ്യൂഷൻസ് മോശയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു മിസ്രൈമിനെ കാണുമ്പോൾ മിസ്രൈമിനും എബ്രായരും തമ്മിൽ വഴക്കിടുമ്പോൾ ആ ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്ന് അവിടെ അവരെ കുഴിച്ചിടുന്ന സംഭവം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ മിസ്രൈമ്യരുടെ വിരോധം സമ്പാദിക്കുന്നു. ഫറവോന് മോശയെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുകയാണ്. പിന്നീട് കാണുന്നത് എബ്രായർ തമ്മിൽ വഴക്കിടുമ്പോൾ അവിടെ സമാധാനം കൊടുക്കാനായിട്ട് ചെല്ലുന്ന മോശയ്ക്ക് അവിടുന്ന് ഒരു തിരസ്കരണമാണ് ലഭിക്കുന്നത്. അങ്ങനെ ഫറവോനെയും പേടിച്ച് തന്റെ സ്വന്തം ജനത്തെയും പേടിച്ച് മോശ അവിടുന്ന് ഓടിപ്പോവുകയാണ്. ഓടിപ്പോയി എത്തിച്ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ മിദ്യാൻ. മോശയുടെ മനസ്സിലുണ്ടാകുന്ന ആ ലോൺലിനെസ്, ഒറ്റപ്പെടൽ, തന്റെ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ മോശയില് വല്ലാതെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോയി. ഉള്ളിലേക്ക് തന്നെ കുറിച്ച് തന്നെ ഒരു ഇൻഫീരിയർ ആയിട്ട് ചിന്തിക്കുന്ന ഒരു സമയത്താണ് ഈ സിപ്പോറയുമായിട്ടുള്ള മോശയുടെ ആ ഒരു ബന്ധമുണ്ടാകുന്നത്. അപ്പൊ ആ ബന്ധത്തിൽ കൂടി സിപ്പോറ മനസ്സിലാക്കുന്നുണ്ട് മോശയുടെ വിളിയും മോശയുടെ സമർപ്പണവും എന്തോ ഒരു വലിയ ഉത്തരവാദിത്തത്തിന് വേണ്ടി. ആ ഉത്തരവാദിത്തത്തിന്റെ ആഴമൊന്നും ഒരുപക്ഷെ
അത്രത്തോളം മനസ്സിലാക്കാനായിട്ട് സിപ്പോറയ്ക്ക് സാധിക്കത്തില്ല. പക്ഷെ എന്നാൽ തൻ്റെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന തൻ്റെ പങ്കാളിയുടെ ആ ദൗത്യത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കിയ അളവനുസരിച്ച് ഓരോ നിമിഷവും അതിന്റെ മഹത്വത്തിലേക്ക്, ആ വിളിയുടെ ഔന്നത്യത്തിലേക്ക് വളർത്തിയെടുക്കുവാൻ, ഓരോ സ്റ്റെപ്പും ചവിട്ടി വളർത്തിയെടുക്കുവാനായിട്ട് നല്ല സപ്പോർട്ട് കൊടുക്കുവാൻ, ഇൻസ്പയർ ചെയ്യുവാൻ, ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ ഈ സിപ്പോറയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ തന്റെ സഹോദരിമാരെയും എല്ലാം നേതൃത്വം നൽകി തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ ചെയ്ത ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അവൾക്ക് തന്റെ തന്റെ കൂടെ എത്തിയ പങ്കാളിക്ക് നല്ല ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മോശയുടെ ഡീപ്പ് ഇമോഷണൽ സ്ട്രഗിൾസ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടതായിട്ടുള്ള ആശ്വാസം നൽകി, അതിന് വേണ്ടതായിട്ടുള്ള ഒരു സാന്ത്വനം നൽകി സപ്പോർട്ട് ചെയ്ത് മോശയെ താൻ എത്തിക്കേണ്ട രീതിയിൽ കോൺഫിഡന്റ് ആയിട്ടാണ് ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുന്നത്. Her presence and support provided emotional strength and counsel to Moses throughout his leadership journey. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പങ്കാളികൾ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ജോലികളിലൊക്കെ ചിലപ്പോൾ അവർ നേരിടുന്ന പ്രതിസന്ധികളിലൊക്കെ അവർ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സാധ്യതകളെ ഉപയോഗിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുവാനും അവർക്ക് ഇൻഫ്ലുവൻഷ്യലായിട്ട് അവരെ ഇൻസ്പയർ ചെയ്ത് അവർക്ക് ആശ്വാസം നൽകി അവരെ വേലയിൽ കൂടുതൽ ഉത്തേജിപ്പിക്കുവാനായിട്ടും നമുക്ക് സാധിക്കുമെന്നാണ് ഈ സിപ്പോറയുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വിവിധങ്ങളായിട്ടുള്ള താലന്തുകളുള്ള മൾട്ടി ടാലന്റഡ് ആയിട്ട് ഉഷക്കൊച്ചുമ്മ പറഞ്ഞതുപോലെ സാധ്യതകളേറെയുള്ള ധാരാളം റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള നമുക്ക് നമ്മുടെ പങ്കാളികളെ കൂടുതൽ ബലത്തോടെ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. നമ്മളെ ദൈവം നമ്പുരാൻ ഡയറക്റ്റ്ലി ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ആയിട്ട് ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ വന്നതാണ്. നമ്മൾ തിരഞ്ഞെടുത്തതല്ലായിരിക്കാം ഒരുപക്ഷെ, എന്നാൽ ദൈവം തന്നെ നമ്മളെ വിവിധ മുഖാന്തരങ്ങളിലൂടെ ഈ ശുശ്രൂഷയിൽ എത്തിച്ചു. സിപ്പോറെ പോലെ സപ്പോർട്ടീവായി, ഇൻസ്പയറിംഗ് ആയി, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പങ്കാളിയെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഫാമിലിയിൽ മാത്രമല്ല, എക്സ്റ്റെൻഡഡ് ഫാമിലിയായ ഇടവകയിലും സഭയിലും നമ്മുടെ റിസോഴ്സസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ റിസോഴ്സസ് എന്തൊക്കെയാണ് എന്ന് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണം. മോശയെ പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിലൊക്കെ മോശയുടെ ശുശ്രൂഷയൊക്കെ മനസ്സിലാക്കാനായിട്ട് സിപ്പോറ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് കാണാം, ഈ മോശ തൻ്റെ അമ്മാവിയപ്പന്റെ ആടുകളെ പിന്നെ മേയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ വെച്ചാണ് മോശയ്ക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി തന്റെ ശുശ്രൂഷയെക്കുറിച്ച് എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടതെന്ന് ചിട്ടയോടുകൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ആ സമയത്തും തൻ്റെ വേലയില് മോശയ്ക്ക് കൺഫ്യൂഷനാണ് ഉണ്ടാകുന്നത്. എനിക്ക് വാക്സാമർത്ഥ്യമില്ല, ഞാൻ വിക്കനാണ്, എനിക്ക് സംസാരിക്കാൻ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉള്ളതുപോലെ മോശ പറയുകയാണ്. അപ്പൊ ഇതെല്ലാം മോശ തീർച്ചയായിട്ടും സിപ്പോറയുമായിട്ടൊക്കെ അത് പങ്കിട്ട് കാണും. തന്റെ ഉള്ളിലുണ്ടാകുന്ന ആ പ്രതിസന്ധികളെ എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യേണ്ടത്, ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു കാണും. പക്ഷെ അതിനൊക്കെ വേണ്ട സപ്പോർട്ട് നൽകി ഒരുക്കുകയാണ്. ഇത് നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകം ഈ 2-ാം അധ്യായം കഴിഞ്ഞ് 3-ാം അധ്യായത്തിലോട്ടൊക്കെ കയറുമ്പോഴാണ് നമ്മൾ അതൊക്കെ കാണുന്നത്. അത് ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് സപ്പോർട്ടീവ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ പാർട്ട്ണർ ഫോർ മോസസ് ഇൻ ഹിസ് മിനിസ്ട്രി. നമ്മുടെ പങ്കാളികൾക്ക് നമ്മൾ മിനിസ്ട്രിയിൽ സപ്പോർട്ടീവ് ആയിരിക്കണം, ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കണം എന്ന് സിപ്പോറ നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ഇവിടെ കാണുന്നത് എ ഫെയ്ത്ത്ഫുൾ ആൻഡ് റെസിലിയന്റ് പാർട്ട്ണർ വിത്ത് കറേജിയസ് ഫെയ്ത്ത്. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടത് ഒരു സൈക്കോളജിക്കൽ ആക്ഷൻ ആണ്, ഒരു സ്പിരിച്വൽ ആയിട്ട് സൈക്കോളജിക്കൽ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ആക്ഷൻ ആണ്. ഇവിടെ എ ഫെയ്ത്ത്ഫുൾ ആൻഡ് റെസിലിയന്റ് പാർട്ട്ണർ വിത്ത് എ കറേജിയസ് ഫെയ്ത്ത് ഫിസിക്കൽ ആക്ഷൻ ആണ്. ധീരമായ വിശ്വാസവും വിശ്വസ്തതയും സഹിഷ്ണുതയുമുള്ള പങ്കാളി. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളും പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളും നമ്മൾ വായിക്കുമ്പോൾ ഈ സംഭവമാണ് കാണുന്നത്. തന്റെ പങ്കാളി ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തിന്റെ മഹാത്മ്യം ഓരോ നിമിഷവും മനസ്സിലാക്കിക്കൊണ്ടേ ഈ സിപ്പോറ ഇരിക്കുകയാണ്. ഇവിടെ സിപ്പോറയെ മോശ തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്ന വഴിയിൽ കൂടെ കൂട്ടുന്നുണ്ട്. ദൈവം പറയുന്നു, നീ പേടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ മരിച്ചു, അതുകൊണ്ട് നീ പോയി
നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പോലെ എൻ്റെ ജനത്തെ ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവാ എന്ന് പറയുന്നുണ്ട്. വളരെ കാലമായി അവരവിടെ അനുഭവിക്കുന്ന ഞെരുക്കങ്ങളും കഷ്ടത എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ കണ്ണുനീര് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും വളരെ കഷ്ടപ്പെട്ട് നിന്നെ ഞാൻ ഒരുക്കിയെടുത്തത്, അതുകൊണ്ട് നീ പോയി ചെയ്യാനായിട്ട് പറഞ്ഞ് മോശയെ അയക്കുന്നുണ്ട്. അപ്പൊ മോശ തന്റെ കൂടെ തന്റെ ഭാര്യയെയും 2 കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടുന്നുണ്ട്. കൂടെ കൂട്ടുമ്പോൾ ഈ സ്ത്രീയെ സംബന്ധിച്ച് അതുവരെ തന്റെ പിതാവിന്റെ ഭവനത്തിലും ഒക്കെയായി വളരെ സെക്യൂർ ആയിരുന്ന, തന്റെ സേഫസ്റ്റ് പ്ലേസിലായിരുന്ന അവൾ തന്റെ എല്ലാ സുരക്ഷിതത്വ സ്ഥാനങ്ങളും നഷ്ടപ്പെടുത്തി മോശയോടൊപ്പം പോവുകയാണ്. അതൊരു ഫെയ്ത്ത്ഫുൾ ആയ ഒരു വിശ്വസ്തതയുള്ള ഒരു ഭാര്യയുടെ ഒരു ഉത്തരവാദിത്തമാണ്. നമുക്ക് എപ്പോഴും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് സേഫ് എന്ന് നമ്മൾ തോന്നുന്ന ചിലതൊക്കെ നമ്മൾ ഉപേക്ഷിച്ചാണ് നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക, അത് ദൈവമാണ് പറയുന്നത്, വിളിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ എന്നാല് മോശ ഈ സ്ത്രീയുടെ മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ദേശം എന്ന് പറഞ്ഞാല് തന്റെ പൂർവ്വ മാതാപിതാക്കള്, തന്റെ മാതാപിതാക്കള്, സഹോദരങ്ങളൊക്കെ അടിമകളായിട്ട് ജീവിക്കുന്ന അടിമ വീട്ടിലോട്ടാണ് ഈ സ്ത്രീയെ വിളിക്കുന്നത്. പക്ഷെ തന്റെ ഭർത്താവ് വിളിക്കുന്ന സ്ഥലത്തേക്ക് വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് വിശ്വസ്തയോടുകൂടെ തന്റെ ഭർത്താവിന്റെ കൂടെ യാത്ര ചെയ്യാൻ ഒരുങ്ങി. 2 കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ആ മോശയുടെ ആ കൺഫ്യൂഷനൊക്കെ ഒന്നാമത്തെ കുഞ്ഞിന്റെ പേരിലുണ്ട്. ഞാനിവിടെ ഇവിടെയും ഞാൻ അന്യനാണ്, പരദേശിയായിരിക്കുന്ന ആ സ്ഥലത്തും ഞാൻ അന്യനാണ് എന്നുള്ള വാക്കുകളൊക്കെ ഉണ്ട്. അപ്പം അത്രത്തോളം മനസ്സിലാക്കിയിട്ട് ആ സഹിഷ്ണുതയോടെ തന്റെ ഭർത്താവിന്റെ കൂടെ യാത്ര ചെയ്യാനായിട്ട് ഒരുങ്ങിയാണ്. അപ്പം നമ്മൾ കാണും അബ്രഹാം യാത്ര ചെയ്യുമ്പോൾ കാണിപ്പാനിരിക്കുന്ന ദേശത്താണ് ധീരനായിട്ടാണ് അബ്രഹാം യാത്ര ചെയ്യുന്നത്. ഇവക്കൊന്നും അറിയത്തില്ല, പക്ഷെ എന്നാലും വളരെ തന്റെ ധൈര്യത്തോടുകൂടെ തന്റെ പിതാവിനെ കൂടെ യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ അവിടുന്ന് യാത്ര ചെയ്യുമ്പം ദൈവം ഈ മോശയോടും പറയുന്ന ഒരു വാക്കുണ്ട്, നിനക്ക് ജീവഹാനി വരുത്തുവാനുള്ള ആൾക്കാരൊക്കെ മരിച്ചുപോയി, ധൈര്യമായിട്ട് നീ പോകുന്നു പറയാണ്. ആ യാത്രയില് ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതുവരെ താമസിക്കാനായിട്ടൊരു സ്ഥാനം ഉണ്ടായിരുന്നു. എന്നാൽ ടെമ്പററി ആയിട്ടുള്ള സ്ഥാനങ്ങൾ ടെന്റ് യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, താമസിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. യാത്രയിലെ കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ടുള്ള യാത്രാ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അവര് സത്രത്തിൽ താമസിക്കുകയാണ്. ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു സംഭവമുണ്ട്. മോശയ്ക്ക് ദൈവം തന്നെ ജീവഹാനി വരുത്തുവാനായിട്ട് നോക്കുന്ന ഒരു സംഭവമുണ്ട്. നിനക്ക് അവിടെ പേടിക്കാനൊന്നുമില്ല, നിന്നെ പേടിപ്പിക്കുന്ന എല്ലാ സംഭവങ്ങളും അവിടെ കഴിഞ്ഞിരിക്കുന്നു എന്ന് നീ ധീരതയോടെ നീ പോയി നിന്റെ ശുശ്രൂഷ ചെയ്യുന്നു പറഞ്ഞ് വിളിച്ചു വേർതിരിച്ച ദൈവം തന്നെ മോശയ്ക്ക് എതിരായി നിൽക്കുന്ന ഒരു സമയത്ത് മോശ ഇതുവരെ തനിക്ക് ആർജിച്ചെടുത്ത സർവവിശ്വാസവും അവിടെ ഒന്ന് കുലുങ്ങുന്ന സമയത്ത് ഒരു ഫിസിക്കൽ ആക്ഷൻ എടുത്ത് അവിടെ ധീരതയോടെ നിൽക്കുന്ന ആ ധീരമായ വിശ്വാസം, കറേജസ് ഫെയ്ത്ത് കാണിക്കുന്നത് സിപ്പോറയാണ്. എന്താണ് നമ്മൾ കാണുമ്പോൾ സിപ്പോറ തന്റെ കുഞ്ഞിനെ അവിടെ പരിച്ഛേദന ചെയ്യുന്ന ഒരു സംഭവം പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അബ്രഹാമിന് ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയുണ്ട്. അബ്രഹാമിന്റെ ഭവനത്തിൽ ജനിക്കുന്ന ആൺമക്കൾ എല്ലാവരും പരിച്ഛേദന ഏൽക്കണം. ദൈവത്തിന്റെ ഉടമ്പടിയാണ്. ആ ഉടമ്പടി തെറ്റിച്ചാൽ അവൻ ഛേദിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് മോശ ഒരു നിമിഷം ഇത് മറന്നു പോവുകയാണ്. ചിലപ്പോൾ തന്റെ ജീവിതത്തിലുള്ള ആ ഉത്തരവാദിത്തത്തെ കുറിച്ചുള്ള ആ ബോധത്തിന്റെ ഇടയിൽ തന്റെ ഭാരിച്ച ഉത്തരവാദിത്തത്തിലുള്ള ആ ടെൻഷൻ കാരണമോ എന്തുകൊണ്ടോ ദൈവത്തോടുള്ള ഉടമ്പടി പൂർത്തീകരിക്കാനായിട്ട് മോശയ്ക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഇവിടെ സിപ്പോറ അത് ചെയ്യുകയാണ്. അതൊരു സ്ത്രീ ചെയ്യാമോ അല്ലെങ്കിൽ അവിടുത്തെ അമ്മ അത് ചെയ്യാമോ എന്നൊന്നുമുള്ള ആ ഒരു ഡയലോഗിലേക്കോ ഒന്നും ആ ഒരു കൺഫ്യൂഷനൊന്നും ഞാൻ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ വിശ്വാസ പരിപോഷണത്തിൽ പിതാവിന് ഒരു അഭാവമുണ്ടായാല് അവിടെ എതിർപ്പെടുന്ന ഒരമ്മയാണ് എനിക്കിവിടെ ദർശിക്കാനായിട്ട് സാധിക്കുന്നത്. ആ കുടുംബത്തിൽ ഒരു ഒരു ജീവഹാനി ഉണ്ടാകുവാനോ അല്ലെങ്കിൽ തന്റെ കുഞ്ഞോ തന്റെ ഭർത്താവോ തനിക്ക് നഷ്ടപ്പെടാതെ ആ വിശ്വാസ പരിപോഷണത്തിൽ വളരെ തീക്ഷ്ണമായിട്ട് തന്റെ ഉത്തരവാദിത്വം ഭംഗിയോടെ പൂർത്തീകരിക്കുന്ന
ഒരു സ്ത്രീയെ, ഒരമ്മയെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും ജീവിതത്തിന്റെ തിരക്കുകളിലൊക്കെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ പരിപോഷണം നൽകുവാനായിട്ട് നമ്മുടെ പങ്കാളികൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ, അവരുടെ ഉത്തരവാദിത്തങ്ങളുടെ മധ്യത്തിൽ അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ, അമ്മമാര് അതിനെ അങ്ങ് നിഗ്ലക്റ്റ് ചെയ്യാതെ നമ്മൾ പങ്കാളികളുടെ ഉത്തരവാദിത്തത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ കുടുംബത്തിൽ വിശ്വാസ പരിപോഷണം സാധ്യമാക്കണമെന്നുള്ളതാണ് ഈ സ്ത്രീയിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. അബ്രഹാം തന്റെ ഉത്തരവാദിത്തങ്ങൾ ഒരു കോംപ്രമൈസും ഇല്ലാതെ, തന്റെ കുഞ്ഞിനെ യാഗം കഴിക്കാനായിട്ട് പറയുമ്പോൾ ആ വിശ്വാസ തീഷ്ണതയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ എടുത്തു ചാടിയതുപോലെ അബ്രഹാമിന്റെ മകൾ എന്ന് വിളിക്കപ്പെടുന്ന രീതിയിൽ ഈ സ്ത്രീ ആ ഉത്തരവാദിത്വം ചെയ്യുകയാണ്. ശരിക്കും സിപ്പോറ, മിദ്യാനിയായിട്ടുള്ള സിപ്പോറ അബ്രഹാമിന്റെ മകൾ തന്നെയാണ്. അബ്രഹാമിന് കെത്തൂറയിലുണ്ടായ മക്കളുടെ ആ അനുയായികളാണ് ഈ മിദ്യാന്യര്. അതുകൊണ്ട് അവർക്കും ഈ പരിച്ഛേദനയൊക്കെ അവരുടെ ജീവിതാനുഭവങ്ങളാണ്. എന്നാല് മോശയൊക്കെ ഇസ്രയേൽ മക്കളാണ്. ആ ഇസ്രയേലിന്റെ പാരമ്പര്യം അനുസരിച്ച് വളരെ തീഷ്ണതയോടെ നിൽക്കുന്ന ഒരു സമൂഹമാണ്. പക്ഷെ എന്നാൽ അവിടെ മോശ അതില് ഉത്തരവാദിത്തത്തോടെ ആ ഒരു കാര്യം ചെയ്യാതിരുന്നപ്പോൾ ആ തക്ക സമയത്ത് ഫിസിക്കലായിട്ട് ആ പെട്ടെന്നൊരു ഡിസിസീവ് ആക്ട് ചെയ്യുവാൻ തക്കവണ്ണം സിപ്പോറയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. ഇവിടെ ഈ സ്ത്രീക്ക് പക്ഷി എന്നൊരു അർത്ഥം ഞാൻ നിങ്ങളോട് പറയുന്നു. വേഗത്തിൽ പറക്കുന്ന പക്ഷി, മുൻപേ പറക്കുന്ന പക്ഷി എന്ന് അവിടെ പേരിന് അർത്ഥം വരത്തക്കവണ്ണം. വെറും സുന്ദരിയായിട്ടിരുന്നിട്ട് കാര്യമില്ല, പക്ഷെ സുന്ദരി എന്ന അതിനേക്കാൾ ഉപരി അവിടെ ആ പേരിന് അർത്ഥം അനുസരിച്ച് ആ മുൻപേ പറക്കുന്ന പക്ഷിയായിട്ട് തന്റെ കാര്യം ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. വിജിലന്റ് ആയിരുന്നു അവിടെ ജീവിതത്തിൽ. ആ സംഭവിച്ച കാര്യം ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ടെൻഷനായിട്ട് അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയിട്ട് മോശ അവിടെ നിന്നുപോയി കാണും. കൊല്ലാൻ വന്നു, മോശയെ ദൈവം കൊല്ലാൻ വന്നപ്പോഴേ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തിച്ചു നിൽക്കുന്ന ഒരു അനുഭവമായിരിക്കും ചിലപ്പോൾ മോശയ്ക്ക്. പക്ഷെ ആ സമയത്ത് തന്റെ പങ്കാളി അവിടെ പെട്ടെന്ന് തന്നെ അവിടെ പ്രതികരിച്ച് ആ കാര്യത്തിനൊരു പരിഹാരം കണ്ടെത്തുകയാണ്. തന്റെ ഭർത്താവിന്റെ ആ ദൗത്യത്തോട് ഏറ്റവും പുലർത്തിയ സ്ത്രീക്ക് അവിടെ തന്റെ കാര്യം ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മളെപ്പോഴും വിജിലന്റ് ആയിരിക്കണം. നമ്മളെപ്പോഴും വിജിലന്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ആക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ധീരമായ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഈ സ്ത്രീക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അബ്രഹാമിന്റെ മകൾ എന്ന അവകാശം പറയുമ്പോൾ ഈ സ്ത്രീയെ നമുക്ക് അബ്രഹാമിന്റെ മകൾ എന്ന് എടുത്തു പറയാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ ഉടമ്പടി മറന്നുപോയ പിതാവിന്റെ അടുക്കൽ വെച്ച് ദൈവത്തിന്റെ ഉടമ്പടി പൂർത്തീകരിച്ച ഒരു സ്ത്രീയാണ്. ശരിക്കും ഉടമ്പടിയുടെ പുത്രി എന്ന് അവളെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ബസ്ക്യോമോസ് എന്നുള്ള പേരിന്റെ അർത്ഥം ഉടമ്പടിയുടെ പുത്രി എന്നാണ്. എന്നാൽ ദൈവവുമായിട്ടുള്ള ഉടമ്പടി നമ്മുടെ ഭവനങ്ങളിൽ നേരായ രീതിയിൽ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ റിസോഴ്സ്ഫുൾ ആണ്, ഗിഫ്റ്റഡ് ആണ്, നമ്മുടെ ക്രൈസിസ് മാനേജ്മെന്റ് എപ്രകാരമാണ്? നമ്മുടെ ജീവിതത്തിൽ ക്രൈസിസ് വരുമ്പോൾ ഏത് രീതിയിൽ നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നു? സിപ്പോറയെ പോലെ ഉണർന്ന് ചിന്തിക്കുവാൻ, ഉയരെ ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കറേജിയസ് ഫെയ്ത്ത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. സഹിഷ്ണുതയുള്ള, റെസിലിയന്റ് ആയ ഒരു പാർട്ട്ണറായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, ഇവിടെ മോശയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ പ്രതിസന്ധിയിൽ, ഈ യാത്രയിൽ, ഈ ബുദ്ധിമുട്ടുകളിലൊക്കെ കൂടെ നിന്ന് ഫെയ്ത്ത്ഫുൾ ആയിട്ട്, കറേജിയസ് ആയിട്ട് കൂടെ നിന്ന് ശക്തീകരിക്കുന്ന ഒരു സ്ത്രീയെ കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ എപ്രകാരമാണ് പ്രതികരിക്കുന്നത്? ഇവിടെ ഇവളുടെ തക്ക സമയത്തെ ഇടപെടൽ അനുഗ്രഹമായിട്ട് തീരുന്നു. പിന്നെ മോശ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ എപ്പോഴോ ഈ സ്ത്രീയെയും കുഞ്ഞുങ്ങളെയും ഭവനത്തിലേക്ക് മടക്കി അയക്കുന്നുണ്ട്. അത് യാത്രാമധ്യത്തിലാണോ അവിടെ എത്താറായപ്പോഴാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. 18-ാം അധ്യായം പറയുമ്പോൾ ഇത്രോവ് തന്റെ മകളെയും കുഞ്ഞുങ്ങളെയും മോശയുടെ അടുക്ക കൊണ്ടിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. മടക്കി അയച്ച എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നത് മോശ കൂടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും തന്റെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ഒറ്റയ്ക്ക് ആ ഉത്തരവാദിത്വം ഏറ്റുകൊണ്ട് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്താനായിട്ട് മോശ തന്റെ വിലയേറിയ ദൗത്യം, ശ്രേഷ്ഠമായ ദൗത്യം ചെയ്യുമ്പോൾ അതിനൊരു വിഘ്നവും തടസ്സവും ഒന്നും ഉണ്ടാക്കാതെ
വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ആ തൻ്റെ ഭർത്താവിൻ്റെ ജോലിയെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും കുഞ്ഞുങ്ങളെ അതേ വിശ്വാസ പരിപോഷണത്തിൽ വളർത്തുവാനായിട്ടും ഈ സ്ത്രീക്ക് സാധിച്ചു എന്നുള്ളത് വളരെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രാവല്, നമ്മുടെ ടെമ്പററി ഡ്വെല്ലിങ്സ്, അൺസർട്ടനിറ്റീസ്, അതുപോലെ നമ്മുടെ ഫാമിലി സെപ്പറേഷൻസ് ഒക്കെ നമ്മുടെ ഈ മിനിസ്ട്രിയിലും നമ്മളെ വല്ലാതെ ഭാരപ്പെടുത്തുന്നൊക്കെയായിരിക്കും. പല രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പലയിടത്ത് പഠിക്കാനായിട്ട് പോകുന്നു, ചിലപ്പോൾ നമുക്ക് മാറി നിൽക്കേണ്ടതായിട്ട് വരുന്നു, ഓരോ പ്രാവശ്യത്തെയും ട്രാൻസ്ഫർ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെയൊക്കെ ബുദ്ധിമുട്ടുന്നതാണ്. അവിടെയെല്ലാം സഹിഷ്ണുതയോടെ റെസിലിയന്റ് ആയിട്ട് നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിട്ട് ഈ മിനിസ്ട്രിയിൽ നമ്മുടെ പങ്കാളികളോടൊപ്പം നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ സാക്ഷ്യം, അതിനേക്കാൾ ഉപരി നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഒക്കെ, വിജിലന്റ് ആയിട്ടുള്ള നമ്മുടെ ആക്ഷൻസ് നമുക്ക് നമ്മുടെ കുടുംബത്തെ പരിപോഷിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ പങ്കാളിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഏറെ ബലം നൽകാനായിട്ട് സാധിക്കും. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല, നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിയായ നമ്മുടെ ഇടവകയിലും നമ്മുടെ സഭയിലും നമ്മുടെ പ്രവർത്തനങ്ങളെ നമുക്ക് നീട്ടാനായിട്ട് സാധിക്കും. ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ ഇടവകയിലെയും സഭയിലെയും നമ്മുടെ സമൂഹത്തിലെയും കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ഭാരത്തോടെ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനും നമുക്ക് സാധിക്കണം. ധാരാളം പങ്കാളികള് സഭയിൽ അച്ഛന്മാരോടൊപ്പം പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം. എന്നാൽ പലപ്പോഴും ഇൻവിസിബിൾ ആയിട്ട്, ദൃശ്യരല്ലാതെ, ഒരു പ്രോത്സാഹനവും ആരുടെയും കയ്യിൽ നിന്ന് ലഭിക്കാതെ തങ്ങളുടെ ജോലിയുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ബസ്ക്യാമോ എന്ന നിലയിൽ സമർപ്പണത്തോടെ കുടുംബത്തെ ദൗത്യത്തിൽ ഒരുക്കുന്ന അനേകം കൊച്ചമ്മമാർ നമ്മുടെ കൂടെയുണ്ട്. അവരുടെ കോൺട്രിബ്യൂഷൻസ് എപ്പോഴും അണ്ടർ വാല്യൂഡ് ആണ്. അവർക്ക് എപ്പോഴും അപ്രീസിയേഷൻ ഒന്നും കിട്ടാറില്ല. അവരെ മിക്കവാറും ആരും അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. അവരുടെ യുണീക്ക് പേഴ്സണാലിറ്റീസ്, അവരുടെ ഗിഫ്റ്റ്സ്, അവരുടെ റിസോഴ്സസ് നമ്മൾ ആരും കണ്ടെത്താറുമില്ല. നമ്മൾ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലും അനേക സ്ത്രീകൾ സേവ്യ സംഘത്തിൽ പോലും വരാതെ, കലാമത്സരങ്ങളിലൊന്നും പങ്കെടുക്കാതെ അവർ ചിലപ്പോൾ വീട്ടിലിരുന്ന് അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ വളരെ ഇഷ്ടയോടെ ചെയ്യുന്നു. എന്നാൽ അവരുടെ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇൻവിസിബിളായി സഭയിൽ പ്രവർത്തിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങളെ നാം വിലമതിക്കണം. തീർച്ചയായിട്ടും അവരും കൂടെ ചേർന്നാണ് നമ്മുടെ സഭ, ക്രിസ്തീയ സഭ ഇന്ന് നിലകൊള്ളുന്നത്. ഇൻവിസിബിളായിട്ട് പ്രവർത്തിക്കുന്ന അനേകരുടെ പ്രാർത്ഥനയും അനേകരുടെ കണ്ണുനീരിന്റെയും ഫലമാണ്. ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന 2 ജോലിക്കാരുടെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. അവർക്ക് ദേവാലയത്തിലെ ആരാധനയ്ക്ക് പങ്കെടുക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. പക്ഷെ അന്ന് അവർക്ക് ഓവർ ടൈം ഉണ്ടായിരുന്നു. അവര് ജോലി കഴിഞ്ഞ് അവര് ദേവാലയത്തിലേക്ക് വന്നു. പക്ഷെ അവര് ഫാക്ടറിയിൽ ഇട്ട ഡ്രസ്സൊന്നും അവർക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റിയില്ല. അവരെന്ത് ചെയ്തെന്നറിയാമോ? ആ ഡ്രസ്സോടെ അവര് ദേവാലയത്തിലേക്ക് വന്നു. അവര് തമ്മിൽ പറഞ്ഞു, ആരോടും പറയണ്ട, നമുക്ക് ഏറ്റവും പുറകിൽ പോയിരിക്കാം. 2 പേരും ഏറ്റവും ബാക്കിൽ പോയിരുന്നു. അവര് വന്നു കയറിയതും ആരാധന തുടങ്ങി. പെട്ടെന്ന് ഏറ്റവും മുമ്പിൽ നിന്ന ആൾക്കാർ മുതൽ തങ്ങളുടെ തൊട്ട് മുൻപിൽ നിന്ന ആൾക്കാർ വരെ അവരെ തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് എളിഭ്യരായിട്ട് ഈ സഹോദരങ്ങളെ കുനിഞ്ഞു നിന്നു. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ സഹോദരങ്ങള് ദേവാലയത്തിലേക്ക് വന്ന് കയറി നിന്നപ്പോൾ ഒരു പ്രത്യേക സൗരഭ്യം അവിടെ നിറഞ്ഞു. അവരൊരു പെർഫ്യൂം ഫാക്ടറി ജോലി ചെയ്യുന്ന സഹോദരങ്ങളാണ്. അവര് ആ ഫാക്ടറി ജോലി ചെയ്തുകൊണ്ട് നിന്നപ്പോൾ അവരുപയോഗിച്ച ഡ്രസ്സ് വിട്ടുകൊണ്ടാണ് അവരവിടെ വന്നു നിന്നത്. ആ പെർഫ്യൂം അവിടെ നിന്ന് ആരാധനയ്ക്ക് വന്നു നിന്ന സകല ആൾക്കാരെയും അവരിലേക്ക് ആകർഷിച്ചു. വന്നു നിന്ന് നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്നും ഒക്കെ ചോദിച്ച് അവർക്കത് പറയാനായിട്ട് സാധിച്ചു. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ സൗരഭ്യം മറ്റുള്ളവർ മുമ്പിൽ പരത്തിക്കൊണ്ടാണ്. ഈ സഹോദരങ്ങൾ തങ്ങള് ജോലി ചെയ്ത ഫാക്ടറിയിലെ സൗരഭ്യം അവിടെ പരത്താനായിട്ട് ഇറങ്ങി. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: വി ആർ ദ അരോമ ഓഫ് ക്രൈസ്റ്റ് ടു ഗോഡ്. ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. ഇവര് മറഞ്ഞിരിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് പോലും, ഇൻവിസിബിൾ ആകാനായിട്ട് അവർ ആഗ്രഹിച്ചിട്ട് പോലും, ആ സൗരഭ്യം അവരെ മറ്റുള്ളവരിലേക്ക് ആകർഷിച്ചു. നമ്മളെ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായിട്ട് നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത്
നമുക്ക് ക്രിസ്തുവിന്റെ സൗരഭ്യം മറ്റുള്ളവരിലേക്ക് പകരാം. അനേകരെ ദൈവത്തിന്റെ സൗരഭ്യത്തിലേക്ക് നമുക്ക് ആകർഷിക്കാം. നമ്മുടെ സൗരഭ്യത്തെക്കാൾ ഉപരി ക്രിസ്തുവിന്റെ സൗരഭ്യം നമുക്ക് ചുറ്റുപാടും പരത്താം. അനേകരെ ആ സൗരഭ്യത്തിലേക്ക് ആകർഷിക്കുവാനും ക്രിസ്തുവിന് വേണ്ടി അനേകരെ നേടുവാനും നമുക്കിടയാകട്ടെ. നമ്മുടെ ടാലൻസ്, നമ്മുടെ എല്ലാ റിസോഴ്സസും ദൈവരാജ്യ പ്രവർത്തനത്തിന് വേണ്ടി, ആ സൗരഭ്യത്തിലേക്ക് അനേകരെ ആകർഷിക്കുന്നതിന് വേണ്ടി ആക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് അവസരം തന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഇതുവരെ പരിപാലിച്ച ദൈവകൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു.